നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ റൂമാണ്. ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ്. വേദ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേദയുടെ അടുത്തേക്ക് പോവാം. വേദ ഭയങ്കര പഠിത്തം. വേദയുടെ റൂമിലിരുന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഹായ് വേദു. നാളെ സബ്ജക്റ്റ് ഇംഗ്ലീഷ്. ഇതെന്തോന്ന്? പൈനാപ്പിള്, വാട്ടർ ബോട്ടിൽ. ഏതുവരെ പഠിച്ച് തീർന്നാ? ഗുഡ്. ടെക്സ്റ്റ് ഒക്കെ ഇല്ലേ? ഗ്രാമർ ഓക്കെ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ 10 മണിയായി. ഇനിയിപ്പോൾ ലഞ്ച് എപ്പോൾ കഴിക്കും? ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. വേദയുടെ റൂം ടൂർ ഞാൻ കാണിച്ചതാണ്. മൈക്ക് ഫുൾ ഓഫായിരുന്നു. മൈക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഒന്നും കേൾക്കുന്നില്ല. വേദയുടെ റൂമിൽ ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. കാരണം മഴ പെയ്യുമ്പോൾ വെള്ളം എല്ലാം അകത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഭയങ്കര രസമാണ്. ഒരു കുഞ്ഞ് ബാൽക്കണി എല്ലാം വേദയുടെ റൂമിലുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ റൂമായിരുന്നു, പക്ഷേ അച്ഛൻ പറഞ്ഞു വേദയ്ക്ക് കൊടുക്കിയ റൂമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വേദയ്ക്ക് റൂം കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് വേദയുടെ കുഞ്ഞ് റൂമെന്ന് പറയുന്നത്. അവളുടെ സ്റ്റഡി ടേബിള്, പിന്നെ കുറച്ച് ടോയ്സൊക്കെ വെച്ചിട്ടുണ്ട്. അവളുടെ ടോയ്സ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ വെച്ചിരിക്കുന്നത് അത്ര മാത്രമേ ഉള്ളൂ. കുറേയൊക്കെ ഞാൻ വാരിക്കളഞ്ഞു കേട്ടോ. വെറുതെ എവിടെ നോക്കിയാലും ടോയ്സ് ആയിരിക്കും. അങ്ങനെ ഞാൻ വേദയോട് പറഞ്ഞു ഇതെല്ലാം മാറ്റിയിട്ട് ഇനി ബുക്സൊക്കെ അടുക്കി വെക്കേണ്ട സമയമായി, അങ്ങനെ ചെയ്യൂന്നൊക്കെ പറഞ്ഞു. ഇനി വെക്കേഷൻ ആകുമ്പോൾ അതൊക്കെ ആയിരിക്കും വേദയുടെ പരിപാടി. എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വേദ തന്നെയാണ്. ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് വേദ പോകുന്നുണ്ട്. ആ വാരി വലിച്ചിടാതെയൊക്കെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവളുടെ റൂം അവൾ ഇതാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ ചെയറാണ് കേട്ടോ. അതിൻ്റെ ഇത് പോയി 2000 സംതിങ് ആയി, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി ഒന്നും ആ ഒരു ചെയറിനില്ല കേട്ടോ. എങ്കിലും ഇരിക്കാൻ നല്ല കംഫർട്ടബിളാണ്. പക്ഷേ അതിൻ്റെ സൈഡ് അവിടെ ഇവിടേക്ക് ഇങ്ങനെ സ്റ്റേപ്ലർ പോലെ ചെയ്തിരിക്കുകയാണ്. അതെല്ലാം ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. വെറുതെ നിന്ന വേദയോട് ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ കൊക്കാൻ വണ്ടി എടുക്കാൻ കയറടി എന്ന് പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി വേദതയെ കൊക്കാൻ വണ്ടി കയറാനായിട്ട് വരണം. ഇനി നിങ്ങൾ കണ്ടോളൂ എന്താ സംഭവിക്കും. അങ്ങനെയല്ല, അങ്ങനെ കേറിക്കോ. അമ്മോ അയ്യോ, ഞാനിപ്പോൾ ചാവേ. ഞാനേ ഓയിൽമെൻ്റ് എല്ലാം ഇട്ടിട്ട് വിയർത്ത്, അതാണ് ഇങ്ങനെ ഫേസ് ഇരിക്കുന്നത്. എൻ്റെ അമ്മ എന്ത് ചൂടാന്ന് നോക്കിയേ. വെയിലിൻ്റെ ഒരു അഘാതം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കനലെടുത്തിട്ട പോലത്തെ. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഈ ചൂട് തന്നെ. ആ വെയിലിന് ഇപ്പോൾ ഒരു സാധാരണയൊക്കെ മുൻപ് പണ്ടൊക്കെ ഒരു 3 മണി 4 മണിയൊക്കെ കഴിഞ്ഞാൽ വെയിലിൻ്റെ ചൂട് കുറയും, വെയിലിനുള്ള ചൂടിൻ്റെ ഭീകരത കുറയും. ഇത് 5 മണി വരെ ആ വെയിലിന് അത്രയും ചൂട് തന്നെ. വീടിനകത്തൊക്കെ ഒരു നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യാൻ നമ്മളൊക്കെ വെച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പുഴുങ്ങുന്ന അവസ്ഥയാണ്. അങ്ങനെ ഇപ്പം എപ്പോഴും എ സി ഇട്ടിരിപ്പാണ് പണി കേട്ടോ. അത്രയ്ക്കും വേണ്ടി ചൂടിയോ. പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല ചൂട്. ഇതിപ്പോൾ വീടെടുക്കുന്നതുകൊണ്ട് ഇറങ്ങിയൊന്നും പുറത്തേക്ക് ഇരുന്നതാണ്. ഡ്രസ്സും ഒക്കെ ഇങ്ങനെ നമ്മുടെ ദേഹവും ഡ്രസ്സൊക്കെ ഇങ്ങനെ ചൂടായിരിക്കുന്നു. മഴക്കാറുണ്ട്, പക്ഷെ മഴയും പെയ്യുന്നില്ല. എന്തൊരു അവസ്ഥയെന്ന് നോക്കിയാൽ നമ്മുടെ കേരളത്തിൻ്റേത്. മഴയെന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പോലും കാണും. അതിനിടയ്ക്ക് 2 ദിവസം ഭയങ്കര മഴയൊക്കെ പെയ്തു, അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പം മഴയും ഇല്ല, ഒന്നുമില്ല, ചൂട് മാത്രം. പക്ഷെ ഭയങ്കര ചൂട് തന്നെ കേട്ടോ. അപ്പോൾ ഇനി ഓരോ വർഷം കഴിയും തോറും ചൂടിൻ്റെ ഭീകരത കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നോട്ടിലൊക്കെ ആണെങ്കിൽ വിൻ്റർ സീസണിലും മഞ്ഞെങ്കിലുണ്ട്. ഇവിടെ വിൻ്റർ സീസണിലും ചൂട്, സമ്മർ സീസണിലും ചൂട്. അയ്യോ, വെള്ളപ്പൊക്കം മാത്രം വരാതിരുന്നാൽ മതിയേ. സത്യമായിട്ടും കിടന്ന് ഞാൻ ഉറങ്ങി കേട്ടോ. നല്ലതായിട്ട് ഉച്ചയ്ക്കൊരു ഉറക്കം നല്ലതായിട്ട് കിട്ടും. പിന്നെ ഉറങ്ങി എണീറ്റിട്ട് രാത്രിയാണ് ഉറങ്ങാൻ പാട്. ഉറങ്ങി എണീറ്റ് അങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ വേദയ്ക്ക് ട്യൂഷനുണ്ട്. വേദ ട്യൂഷന് കൊണ്ടുപോകണം, തിരിച്ച് വരണം. ആ വന്നല്ലോ. പഠിച്ചു കഴിഞ്ഞോ മാഡം? ഇംഗ്ലീഷ് ആയതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞല്ലേ? ചൂടുണ്ടാടാ? അയ്യോ, ടി വി ആണല്ലോ ഇരിക്കും മാഡത്തിന്. അയ്യാ, എക്സാം കഴിയുന്നവരോ നോ ടി വി നോ ഫോൺ ഉണ്ടായി എന്ന് പറഞ്ഞ കാണൂല്ല മോള്. എവിടെ കണ്ട്? ഇപ്പൊ ഇത്രയും സമയം ടി വി കണ്ടോണ്ടിരിക്കലായിരുന്ന? ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നു. എന്റെ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് ടിവിയുടെ നോയ്സ് ഉണ്ടായിരുന്നു. വേദയുടെ ഡിന്നർ ആണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുള്ള സമയമൊന്നും ആയില്ല. വേദയ്ക്ക് സ്വീറ്റ് കോൺ സൂപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതുണ്ടാക്കാമെന്ന് കരുതി. ഉണ്ടാക്കാൻ സമയം 4 മണി ആയതേ ഉള്ളൂ. വേദ ഇപ്പോൾ ട്യൂഷന് കൊണ്ടുപോകും. അപ്പോൾ ഈ സ്വീറ്റ് കോൺ ഒന്ന് ഇളക്കിയിടാമെന്ന് കരുതി. ഇളക്കിയിട്ടിട്ട് പോവാം എന്ന് കരുതി. വൈകിട്ട് വന്നിട്ട് അവൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല.
യൂട്യൂബിൽ നോക്കി റെസിപ്പി എല്ലാം പഠിച്ചു വച്ചിരിക്കുകയാണ്. വേദയ്ക്ക് ഉണ്ടാക്കണമെന്ന് വേദ ബഹളമാണ്. പക്ഷേ ഞാൻ വേദയ്ക്ക് ഉണ്ടാക്കാൻ കൊടുക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കി തരാടാ. നോക്കണം എന്നെ ഇവിടെ നിന്നുകൊണ്ട്. ഇവിടെ അതിൽ ബീൻസൊക്കെ ഇടും. ബീൻസ് വാങ്ങിക്കണം. ഇട്ടാ കഴിക്കണോ? ക്യാരറ്റ് ഇടും. കുഴപ്പമില്ലേ? വെജിറ്റബിൾ അല്ലേ, കടിക്കും. ബീൻസ് വേണ്ടേ? അപ്പോൾ വാങ്ങിക്കണ്ടേ? ഓക്കെ. സ്വീറ്റ് കോണെല്ലാം ഇളക്കിയിട്ട് നേരെ വേദ ട്യൂഷന് വിട്ടു. ട്യൂഷന് വിട്ടിട്ട് വന്നപ്പോഴേക്കും ചായ കുടിക്കാനൊരു കൊതി. അങ്ങനെ നമ്മുടെ ഉള്ളിവട ഇടുന്ന ചേട്ടൻ്റെ കടയിൽ നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയപ്പോഴേക്കും സാധാരണ ഈ സമയം ഉള്ളിവടയാണ് ഇവിടെ ഇടുന്നത്. ഉള്ളിവടയ്ക്ക് പകരം വാഴയ്ക്കപ്പം പഴംപൊരി ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചത് എന്താ ചേട്ടാ പഴംപൊരി ഉണ്ടാക്കുന്നത്? അത് ഉള്ളിവട വേവാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇപ്പോൾ ഗ്യാസിന് ഭയങ്കര ക്ഷാമം, ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ നടക്കുകയല്ലേ, അതുകൊണ്ട് ഗ്യാസ് ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഉള്ളിവട മാറ്റി പഴംപൊരി ആക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്നാക്സും വളരെ കുറവായിട്ട്, അല്ലെങ്കിൽ ഇതെല്ലാം നിറയെ ഇരിക്കുമായിരുന്നു. ഗ്യാസിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ് ഉള്ളിവട ഉണ്ടാക്കാണ്ട് വാഴയ്ക്കപ്പം ആകുമ്പോൾ പെട്ടെന്നാവും. വാഴയ്ക്കപ്പം എന്ന് പറഞ്ഞാൽ പഴംപൊരി കേട്ടോ. പഴംപൊരി പെട്ടെന്നാവും. ഉള്ളിവട ആകുമ്പോൾ ഒരുപാട് സമയമെടുക്കും, ഗ്യാസ് ഒരുപാട് എടുക്കും. അതുകൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഗ്യാസൊന്നും കിട്ടാതെയൊക്കെ വന്നാൽ എല്ലായിടത്തും അവസ്ഥ ഇതൊക്കെ ആയിരിക്കും. ഭക്ഷണവും കിട്ടാണ്ടാവും, വെള്ളവും കിട്ടാണ്ടാവും, എല്ലാവരും കഷ്ടത്തിലാവും. ദൈവമേ എന്തൊക്കെ ആവുന്നു ആവും അല്ലേ. അങ്ങനെ അതേ ചേട്ടൻ ഒരു ബദാം ടീ അങ്ങോട്ട് അടിച്ച് പതപ്പിച്ച് എനിക്ക് തന്നു കേട്ടോ. നമ്മളിനി എങ്ങനെയൊക്കെ തലകുത്തനെ നിന്നാലും ഈ കടയിൽ നിന്ന് വാങ്ങിച്ച് കുടിക്കുന്ന ചായയുടെ സ്വാദ് ഒരിടത്തും വീട്ടിലുണ്ടാക്കിയാൽ കിട്ടില്ല. അതിനി എന്താണ് അവരുടെ ട്രിക്കെന്ന് അറിയത്തില്ല. അടിച്ച് പതപ്പിക്കുന്നതിനെ കാണുമ്പോൾ അറിയില്ലേ, ആ ഒരു രുചി നമ്മൾ അടിച്ച് പതപ്പിച്ചാലൊന്നും കിട്ടത്തില്ല. ആ ചായയുടെ ഡിക്കോക്ഷനും ആ പാലും ഒക്കെ കിടന്നിങ്ങനെ തിളച്ച് അത് മിക്സ് ചെയ്യുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് ആവുമല്ലേ. അങ്ങനെ വിശ്വസിക്കാം. എന്തായാലും ചായ എല്ലാം കുടിച്ചിട്ട് കുന്നിൽ സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു കുഞ്ഞു ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ യെല്ലോ ബ്ലാക്ക് സലൂണിൽ നിന്ന് വിളി വന്നു. വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ സെക്കൻഡ് സിറ്റിംഗ് ആവാറായിട്ടോ. ഞാൻ ഇന്നലെ പോയപ്പോൾ കുറച്ച് തിരക്കായിരുന്നു. ഇപ്പോഴും ഞാൻ പോയപ്പോൾ കുറച്ച് തിരക്കല്ല, അവിടെ ആതിരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നപ്പോൾ ആതിരം വിളിച്ചു. ഞാൻ ദേ വന്നു, നമുക്ക് ചെയ്യണ്ടേ, വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിപ്പിടച്ചതേ യെല്ലോ ബ്ലാക്ക് സലൂണിൽ വന്ന് നമ്മുടെ പിഗ്മെൻറ്റേഷൻ്റെ സെക്കൻഡ് സീറ്റിംഗ് എടുക്കുകയാണ്. സത്യമായിട്ടും എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. എനിക്ക് അധികം അങ്ങനെ കണ്ടൂടെ ബാക്ക് സൈഡ്. ഞാൻ മിററിലൂടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം അത് ഫെയ്ഡ് ആയതുപോലെ നല്ല റിസൾട്ട് കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഒരു 3-4 സിറ്റിംഗ് കറക്റ്റ് വരാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മുടങ്ങാതെ വരാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. പിന്നെ പിഗ്മെൻറ്റേഷൻ്റെ ഓയിൽമെൻറ്റൊക്കെ അതിൽ പറഞ്ഞു തന്നു. അതുകൂടി ഇട്ടാൽ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മണിക്കൂറത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേദയെ വിളിക്കാനായിട്ട് പോയി, ട്യൂഷനിൽ നിന്ന് വിളിക്കാനായിട്ട് പോയി. എന്നിട്ട് വേദയും വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. ഗൈസ്, നമ്മൾ വേദയ്ക്ക് സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. യൂട്യൂബിൽ നോക്കി വെച്ചിരിക്കുകയാണ്. ഇത് കോൺ കഴുകി വെച്ചിരിക്കുകയാണേ. സ്ലൈസ് ചെയ്യാം. സവോള ഒരാൾ ഇട്ടേക്കണ കണ്ട് നമുക്കിവിടെ, എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇടണോ? ഒരു മാഗിയുടെ ടേസ്റ്റ് ഉണ്ടാവും. ഏതൊക്കെ ഇതൊക്കെയല്ലേ വേണ്ടി. അതിൽ പെപ്പർ മാത്രമേ ഇടുള്ളൂ. ചിക്കൻ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. നീ പറയണൊന്നും കേൾക്കൂല, മൈക്കില്ല. സോ വാച്ച്. ഓക്കെ, ക്യാരറ്റ് സ്ലൈസ് ചെയ്തു. പിന്നെ ചിലർ ബീൻസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലരല്ല, എല്ലാവരും ബീൻസ് ഇട്ടിട്ടുണ്ട്. നീ ബീൻസ് ഇടണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് രണ്ട് ഗാർലിക് കൂടെ ചതച്ചിടേ. കുറച്ച് കോൺ പേസ്റ്റ് ആക്കും. എന്നെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്, എനിക്കറിഞ്ഞൂടാ. ഞാൻ സാധാരണ ഗാർലിക്കൊന്നും പുളിക്കാറില്ല. എന്നിപ്പോൾ പിന്നെ സൂപ്പല്ലേ, അതുകൊണ്ട് പിന്നെ പൊളിച്ചിടാന്ന് കരുതി. ഒന്ന് ചതച്ചെടുക്കാവേ. ഒരാൾ ഇഞ്ചിയൊക്കെ ഇടുന്നുണ്ടടാ. ഇഞ്ചി ഇടൂല.
ഗാർലിക് തന്നെ ഇടുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നീ ഇടണ്ട, നീ ഇവിടെ വീഡിയോ ഇട്. കുറച്ച് കോൺ എടുത്ത് ഇങ്ങനെ പേസ്റ്റ് ആക്കുന്നത് ഞാൻ കണ്ടേ. കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കട്ടെ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പം മേ ബി കോണിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിരിക്കാം. പേസ്റ്റായെന്ന് തോന്നുന്നു. ഇനി നമുക്കുണ്ടാക്കാം. പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് ഗീ ഒഴിക്കാം. അപ്പോൾ ബട്ടർ ഉണ്ടെങ്കിൽ അതായാലും മതി. ബട്ടർ ആയിരിക്കും നല്ലത്. ബട്ടർ ഇരിക്കുന്നു, അത് പൊട്ടിച്ചില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഗീ എടുക്കാം. കുറച്ച് ഗാർലിക് ചതച്ചതേ. ഗാർലിക് ഇടുമെന്ന് എനിക്കറിയില്ല, വീഡിയോസിലൊക്കെ ഇട്ടേക്കുന്നു. അപ്പോൾ ഒരു ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഉള്ളത് എപ്പോഴും എന്തിനും നല്ലതാണ്. ഗാർലിക്കും നെയ്യും കൂടെ മൂക്കുമ്പോൾ ഒരു പ്രത്യേക വാസനയാണ്. വാസന, മണം, സ്മെൽ, ഫ്രാഗ്രൻസ്. ഇനി നമുക്കെല്ലാം ഇട്ട് കൊടുക്കാവേ. ഓണിയൻ, ക്യാരറ്റ്, ബീൻസ് ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. വേദയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ബീൻസ് ഞാനിടാത്തത്. ആക്ച്വലി ഇതിൽ മാഗി മസാല ഇടൂല. വേദയ്ക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ്. ഇഷ്ടമല്ലേ? ഇടണ്ടേ? ഇപ്പോൾ ഹോട്ടലിൽ കിട്ടുന്ന സൂപ്പിൽ മാഗി മസാല ഉണ്ടോ? നീ കഴിച്ചിട്ടുള്ളപ്പോൾ തോന്നിയിട്ടുള്ള എന്താണ്? വൈറ്റ് കളറിൽ വെറുതെ ഇരിക്കുന്നില്ലേ എല്ലാം. നീ കുടിച്ചിട്ടില്ലേ? മോന്തി കുടിക്കണ കാണണം സൂപ്പ് കിട്ടുമ്പം. ഇതിടണോ? മാഗി മസാല ഇടണോ? നമുക്കെല്ലാം നോക്കാം, എന്നിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ മാഗി മസാല ഇടാം. ഇതിൽ വേറെ ഈ പരിപാടിയൊന്നുമില്ല. കോൺ പേസ്റ്റ് അതിലേക്ക് ഇടുക, കോൺ സ്റ്റാർച്ച് മിക്സ് ചെയ്തിടുക, ഉപ്പിടുക, കുരുമുളക് ഇടുക, തിളപ്പിക്കുക. അത്ര തന്നെ പരിപാടി. നമ്മുടെ കോണിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേ. അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അരച്ച് വെച്ചിരുന്നതാണേ. ഇത് മേ ബി ഒരു തിക്നെസ് ഉണ്ടാവാനായിരിക്കാം. എനിക്കറിയില്ല എന്തിനാണ് ഇത് ഒഴിക്കുന്നതെന്ന്. അത് തന്നെ ആ ഒരു കോണിൻ്റെ ടേസ്റ്റ് കിട്ടാനാണോ, ആ സ്വീറ്റ്നെസ് കിട്ടാനാണോ, എന്തിനാണെന്ന് എനിക്കറിയില്ല. ഒന്നുകൂടെ ഇളക്കാവേ. എന്നിട്ട് സൂപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇതൊന്ന് നെയ്യിലൊക്കെ കിടന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി വേവാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കോണ് വേവാൻ അധികം താമസമില്ല. നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുത്താലും കോണ് വേവും. ഇപ്പോൾ കട്ടിയായിട്ടിരിപ്പില്ല. എന്തായാലും നമുക്ക് കോൺഫ്ലോർ മിക്സ് കൂടി ഇടണം. കുരുമുളക് ഇടും, പിന്നെ മറ്റേ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇടും. കോൺഫ്ലോർ നോക്കട്ടെ, അതായത് ഇനി കുറുകി വരുമോ നോക്കട്ടെങ്കിൽ ഇടണ്ടല്ലോ. ഇങ്ങനെ ആ ഒരു തിക്നെസ് വരുമോ നോക്കട്ടില്ലെങ്കിൽ നമുക്ക് കോൺഫ്ലോർ ഇടാം. കൊള്ളാം. കൊള്ളാമോ? വേണ്ട, ചീസൊന്നും ഇടണ്ട. ഇതിൽ ഏത് കോൺഫ്ലോർ എന്ന് കണ്ടുപിടിക്കും? ഇത് ബേക്കിംഗ് പൗഡറാണെന്ന് തോന്നുന്നു. അല്ല, ഇതാണ് ബേക്കിംഗ് പൗഡർ. ഇത് കസ്റ്റാർഡ് പൗഡർ, ഇതും കസ്റ്റാർഡ് പൗഡർ. ഐ തിങ്ക് കോൺഫ്ലോർ ഇല്ലെന്ന് തോന്നുന്നേ. അത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. കോൺഫ്ലോർ ഇല്ലടി മോളെ, ഞാൻ കരുതി ഇത് കോൺഫ്ലോർ ആണെന്ന്. ഇത് രണ്ടും കസ്റ്റാർഡ് പൗഡർ. മൈദ ഇട്ടാൽ ഹെൽത്തി അല്ലടി ബേബി. കോൺഫ്ലോർ വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ മൈദ ഇടാൻ പറ്റുമോ? അത് വേറെ കാര്യം. നോക്കട്ടെ ഇത് തിക്നെസ് വരുന്നുണ്ടോ ഇല്ല. തിക്കാവും തോന്നുന്നു. തിക്കാവുന്നുണ്ട്. ഇതിൽ വിനീഗർ ഇടുന്നത് കണ്ടേ. ലേശം വിനീഗർ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് വച്ചത്. ആരോ വിനീഗർ ഒഴിക്കുന്നുണ്ട്.
അപ്പോൾ ഒരു പുളിപ്പൂട് ഉണ്ടാവും. സ്വീറ്റ്, സോർ ആൻഡ് സോൾട്ട്. സ്വീറ്റ് കോൺ സൂപ്പല്ലേ, കടയിൽ കിട്ടുന്ന സ്വീറ്റ് കോൺ സൂപ്പിൻ്റെ ടേസ്റ്റ് വന്നില്ല. ഇതൊരു ശ്രീകുട്ടി സ്റ്റൈൽ സ്വീറ്റ് കോൺ സൂപ്പ്. വേറെ മുഖം പോയത് തിക്കാവും തോന്നുന്നുണ്ടോ, നോക്കട്ടെ. കുറച്ച് പെപ്പർ, ഇത് സെർവ് ചെയ്യുമ്പോഴാണ് ഇടുന്നത് പെപ്പർ. നിൽക്കട്ടെ. പിന്നെ ആ മാഗി മസാല ഇട്ടാൽ തിക്കാവും ഗ്രേവി. മൈദ ഇടണ്ട, അല്ലാതെ കോരി കുടിക്കാം. ഇടണോ? ഇതിപ്പോൾ കൊള്ളാം. നല്ലല്ലേ? ഒരു ഗോബി മഞ്ചൂരിയൻ്റെ ഒക്കെ ടേസ്റ്റ്. മാഗി മസാല ഇടണോ? എനിക്കറിഞ്ഞൂടാ, വേണമെങ്കിൽ ഇട്ടുതരാം. കുറച്ചിടാൻ പറ്റില്ല, ഒരു ക്യൂബായിട്ട് ഇടാൻ പറ്റും. എടുത്താ ഈശ്വര. നല്ലതായിരിക്കും. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വേറെക്ക് മാഗി മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല. ഞാൻ ഉള്ളിക്കറിയിലൊക്കെ ഇട്ടാൽ എടുത്ത് ദൂരെ കളയും. ചിലപ്പോൾ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോഴേ അതിലിടുമ്പോൾ എന്തിനിട്ടാൻ ചോദിച്ചിട്ട് ഇവിടെ ചാടിക്കയറാൻ നിൽക്കും. ഇവിടെ സൂപ്പ് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ. പക്ഷേ ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടില്ല അത്രയും. അത് കോൺഫ്ലോർ ഒഴിക്കുമ്പോഴേ തിക്കായിട്ട് വരത്തുള്ളെങ്കിലും തിക്കായിട്ടുണ്ട് കേട്ടോ. ഇതിനെ നമുക്ക് കോരി വയ്ക്കാം. വേറെ കുടിച്ചിട്ട് അഭിപ്രായം പറയും. തണുക്കണം, കോരി തണുക്കാൻ വയ്ക്കാം. ഹോട്ടലിലെ ടേസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. മാഗി ക്യൂബ് ഇട്ടത് കണ്ടല്ലോ അവർ, കണ്ട്. തണുത്തിട്ട് വേദ ടേസ്റ്റ് ചെയ്യും, എന്നിട്ട് വേദ പറയും. വേദ ഞാനും പറയും. കൊള്ളാം, പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലല്ല. വേദ കുടിച്ചോക്കും, കുടിച്ചോക്ക്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലായില്ല, ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ടേ. അല്ലേ, കുഴപ്പമില്ല. പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടില്ല, അത്രേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ.